ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഞാനീ പറയുന്ന ഒരു കാര്യം നിങ്ങളെ കാണിക്കരുത്. കണ്ട് ഈ സാധനം ഇത് ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ വളരെ അതിസമ്പന്നനാകാനും വലിയ കോടീശ്വരനാകാനും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഞാനിത് പറഞ്ഞു തരാൻ കാര്യം, ഞാൻ ഈ അടുത്ത ഇടയ്ക്ക് വളരെ അതിസമ്പന്നനായ ഒരു കോടീശ്വരനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പൂജാമുറി കാണാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ അദ്ദേഹം മരിച്ചുപോയി. വേറൊരാളുടെ കൂട്ടത്തിലാണ് ആ വീട്ടിൽ പോയത്. ആ പൂജാമുറിയിൽ ഞാനൊരു രഹസ്യം കണ്ടു. അതെനിക്കറിയാവുന്ന കാര്യമായതുകൊണ്ട്, അതെനിക്കറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു രഹസ്യവിദ്യ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. ഞാൻ ഈ കാണിക്കുന്ന ഒരു വസ്തു പ്രത്യേക രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ അതിസമ്പന്നനായി തീരും. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്താൽ നാളെ ആകുമെന്നല്ല, പക്ഷെ ആകും ഉറപ്പായിട്ടും, വിശ്വാസത്തോടെ ചെയ്താൽ. അപ്പോൾ അത് ഒരു അനുഭവത്തിൽ കണ്ട ഒരു കാര്യമാണ്. ഇത് അറിയാവുന്നവർക്കറിയാം ഇതിൻ്റെ ഒരു രഹസ്യം. പക്ഷെ ഞാൻ പല കോടീശ്വരന്മാരും ഈ ഒരു രഹസ്യം അറിയുന്നവരാണ്. ഒരുപാട് സമ്പന്നരായ വ്യക്തികൾ ഇത് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നവരാണ്. ഞാൻ നിങ്ങൾക്കെല്ലാം പ്രയോജനം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞുതരാം. വിശദമായിട്ട് കേൾക്കണം. ഈ വീഡിയോ മുഴുവൻ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും അറിയാൻ ഇടയില്ലാത്ത അതീവ രഹസ്യമായ നിങ്ങളുടെ സാമ്പത്തിക നില എന്നേക്കുമായി മാറ്റുന്ന, നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന, നിങ്ങൾ ആരും ആയിക്കോട്ടെ, നിങ്ങളൊരു കടയിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരനാണേലും, നിങ്ങൾ ചെറിയൊരു കടയുള്ള ആളാണേലും, നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന ആളാണേലും, നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിയുള്ളവരായാലും നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ലഭിക്കുന്ന അതീവ രഹസ്യമായ എന്നാൽ വളരെ ലളിതമായ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. 10 രൂപ കൊണ്ട് പോലും ചെയ്യാവുന്ന ഒരു വിദ്യയാണ്. ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഒരു പ്രത്യേക രീതിയിൽ അത് വീട്ടിൽ ചെയ്യേണ്ടത്. ചെയ്തു നോക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അത് അങ്ങനെയല്ലേ അറിയേണ്ടത്. ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറും. ലളിതമായ കാര്യം, ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യമാണ് എനിക്കിത് പറഞ്ഞുതരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതിന് ഞാൻ ആ ഭഗവാനെ തന്നെ വണങ്ങുന്നു. ഇതിങ്ങനൊരു കാര്യം പറഞ്ഞുതരാൻ പറ്റുന്നതിന് ഇത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ. ഇതാരും ഞാനീ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾക്ക് ഒരിടത്തും പറഞ്ഞു തരത്തില്ല. കേൾക്കുമ്പോൾ മനസ്സിലാകും. അതുപോലെയുള്ള കാര്യം പറഞ്ഞു. കാരണം പറഞ്ഞു തരണമെങ്കിൽ ഇത് അറിയണം. ഇത്ര കാര്യങ്ങൾ അനുഭവം ഉണ്ടാകണം, അല്ലെ അറിയണം. അനുഭവത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കണം. പിന്നെ ഭഗവാന്റെ ഒരു ഇച്ഛയും കൂടെ വേണം. എല്ലാം ഒന്നും പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുപോലെ നല്ല കാര്യമാണ്. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ വേണം. അല്ലാതെ ഇന്ന് വഴിപാട് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിക്കരുത്. ചിലർക്ക് കിട്ടും, അത് അവരുടെ ആത്മാർത്ഥമായ സമർപ്പണമാണ്. ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മുടെ പ്രയത്നം കൂടെ വേണം. ഇതെല്ലാം കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. സത്യസന്ധമായുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, എവരിത്തിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്കൊരു അനുഭവമാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് ചെയ്തവരുടെ എല്ലാം ജീവിതം അതിസമ്പന്നതയിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ ലളിതമായ കാര്യമാണ്. ഭഗവാന് നന്ദി പറയുന്നു, ഈശ്വരന് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാം ജീവിതം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി നർപ്പവി. വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങളുടെ വീട്ടിൽ വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഏറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത്. കാരണം മുഴുവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് അത് ഫലമായിട്ട് വരും. നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറും. വലിയ സമ്പത്തുണ്ടായി വരും. ഇത് കണ്ടോ, ചെറിയ ഇതുപോലൊരു കുടം വാങ്ങുക. കൊച്ചു കുടവാണ് ഇത്. നമ്മൾ ഈ ചെറിയ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. മനസ്സിലായില്ലേ? ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച കടകളിലൊക്കെ കിട്ടും. ചെറിയ ഇതുപോലൊരു പാത്രം, കുഞ്ഞു കുടവാണ്. അടുത്ത് കാണിക്കും വലുതാന്ന് തോന്നും. ചെറിയ കുടവ. ഇങ്ങനെ പറഞ്ഞാൽ ഈ കുടത്തിന് ഒരു രഹസ്യമുണ്ട് കേട്ടോ. കുടം എന്ന് പറഞ്ഞാൽ അതൊരു ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതീകമാണ്. ഈ കുടത്തിനകത്ത് നിങ്ങൾ 10 രൂപയെങ്കിൽ 10 രൂപ,
ഇത് കണ്ടല്ലോ 10 രൂപ. ഇങ്ങനെ മടക്കണം, മടക്കി ഇങ്ങനെ വെക്കുക. ഞാൻ വേണ്ടേ 10 രൂപയും കൂടെ വെക്കുന്നു. ഇതൊരു പ്രത്യേക രീതിയിലാണ് വെക്കേണ്ടത്. 10 രൂപയും കൂടെ വെക്കുന്നു ഇങ്ങനെ മടക്കി. ഇനി 100 രൂപ ഉണ്ടോ 100 രൂപ വെക്കാം, നിങ്ങളുടെ ഉള്ള പോലെ ചെയ്താൽ മതി. ഇങ്ങനെ വെച്ചു, കുടത്തിനകത്ത് വെച്ച് വെള്ളിയാഴ്ച വൈകിട്ട്, ശ്രദ്ധിച്ച് കേട്ടോണം, ഇനിയാണ് കാര്യം കിടക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് അയ്യപ്പൻ്റെ തന്നെ ഇതുപോലെയുള്ള ഒരു കൊച്ചു ഫോട്ടോ വാങ്ങണം. വലിയ ഫോട്ടോയുടെ കാര്യം പറഞ്ഞാൽ അതല്ല, ഇത് കൊച്ചു ഫോട്ടോ വാങ്ങണം. അയ്യപ്പൻ ഇരിക്കുന്ന പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ഇത്രയൊരു ഫോട്ടോ വാങ്ങുക. ചെറിയ ഫോട്ടോ കണ്ടോ, ചെറുതാ. ഈ ഫോട്ടോയുടെ മുന്നിൽ വെള്ളിയാഴ്ച വൈകിട്ട് ഈ ഒരു കുടം നമ്മുടെ കയ്യിൽ പിടിച്ച് സ്വാമിയേ ശരണമയ്യപ്പ, അയ്യപ്പ എനിക്ക് സമ്പത്ത് നൽകണേ എന്ന് പറഞ്ഞ് ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ വെക്കുക. മനസ്സിലായല്ലോ? ഫോട്ടോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഈ ഷോക്കേസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഒരു തട്ടത്തിൽ താഴെ വെച്ചാലും മതി. നിങ്ങൾക്കിനി ഭിത്തിയെ വെച്ചാൽ അതിനൊരു ഷെൽഫ് വേണമല്ലോ, അല്ലാതെ വെക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു തട്ടത്തിൽ താഴെ വെച്ചാൽ മതി ഈ ഫോട്ടോയും ഇതൂടെ. ഇത് പ്രാർത്ഥിച്ച് വെക്കണം. ആദ്യം പ്രാർത്ഥിക്കേണ്ട എന്താണ്? സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വാഗൊണ്ട് ശരണം ഒരു തവണ വിളിച്ചിട്ട് പിന്നെ വിളിക്കേണ്ട അയ്യപ്പ എനിക്ക് സമ്പത്ത് നൽകണേ, ഞാനിത് ഭഗവാനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വെക്കുക. വെള്ളിയാഴ്ച വൈകിട്ട് വെക്കണം. വെച്ച് കഴിഞ്ഞ് നിങ്ങൾ ശനിയാഴ്ച രാവിലെ ഇതെടുത്ത് ദാനം ചെയ്യണം. ദാനം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ കൈയും കാലും വയ്യാത്തവർക്ക്, അല്ലെ വികലാംഗർക്ക്, അല്ലെ ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക്. 10 രൂപയെങ്കിൽ 10 രൂപ മതി, 20 രൂപയെങ്കിൽ 20 രൂപ മതി, നിങ്ങളെ ഉള്ള പോലെ മതി. ആർക്കെങ്കിലും ആഹാരത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനോ ദാനം ചെയ്യുക. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടിടുക, അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ കൊണ്ടിടുക. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഏതെങ്കിലും ഭക്ഷണം മേടിച്ചു കൊടുക്കാം, അല്ലെ വെള്ളം മേടിച്ചു കൊടുക്കാം, അല്ലെ ആഹാരം മേടിച്ചു കൊടുക്കാം, അല്ലെ കടയിൽ നിന്ന് ഫുഡ്. ഇപ്പം 10 രൂപ 10 രൂപ 12 രൂപയ്ക്ക് ഈ ഉഴുന്നുവട ബോണ്ടായൊക്കെ കിട്ടും. എന്തും ആയിക്കോട്ടെ, ആർക്കെങ്കിലും ഒരു ദാനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ പ്രായമായവർ ആർക്കെങ്കിലും ചായ കുടിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ഒരു ദാനം ചെയ്യുക ശനിയാഴ്ച രാവിലെ. ശ്രദ്ധിച്ചു കേട്ടോണം, ശനിയാഴ്ച രാവിലെ. ഇതെല്ലാം വെള്ളിയാഴ്ച വൈകിട്ട് വെച്ചിട്ട് ശനിയാഴ്ച ചെയ്യണം. പിന്നെ നിത്യവും നിങ്ങൾ ഈ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നിങ്ങൾ ഞാനീ പറഞ്ഞ മന്ത്രം ജപിക്കണം. അതെല്ലാവർക്കും ജപിക്കാം. അതിന് മനഃശുദ്ധി മാത്രം മതി, വേറെ ഒരു കുഴപ്പമില്ല. മനഃശുദ്ധി മാത്രം മതി. നിങ്ങൾ മന്ത്രം ജപിക്കുക. ഞാൻ കർപ്പൂരം ഒന്നും കാണിക്കണമെന്നല്ല പറഞ്ഞ്, അതൊന്നും കാണിക്കണമെന്നില്ല. മന്ത്രം ജപിക്കുക. സ്വാമിയേ ശരണമയ്യപ്പ, അയ്യപ്പ സമ്പത്ത് നൽകണേ എന്ന് നിത്യവും രാവിലെ പോയിട്ടും പ്രാർത്ഥിക്കാം. ഈ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ പൈസ ഇങ്ങനെ വെച്ചിട്ട് രാവിലെ ശനിയാഴ്ച അത് ദാനധർമ്മത്തിന് കൊടുക്കുക. അത് എല്ലാ ശനിയാഴ്ചയും ചെയ്യണം. ഇന്ന് ചെയ്ത് നാളെ പൈസ വരുമെന്നല്ല, ഇത് വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇന്നല്ലേ നാളെ അതിസമ്പന്നനാക്കും അയ്യപ്പസ്വാമി. അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ഇനിയും ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞുതരാം, അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. പകുതി കേട്ടിട്ട് ചെയ്യരുത്, അത് ഫലം ഉണ്ടാകണമെന്നില്ല. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, അതിനകത്ത് കാര്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പം അയ്യപ്പസ്വാമിയുടെ രഹസ്യം എന്താണ്? അയ്യപ്പസ്വാമി അന്നദാന പ്രഭുവാണ്, ധർമ്മശാസ്താവാണ്. ഇങ്ങനെ ദാനധർമ്മങ്ങൾ ചെയ്താൽ സ്വാമി പെട്ടെന്ന് പ്രസാദിക്കും. ധർമ്മശാസ്താവാണ് അയ്യപ്പസ്വാമി. പിന്നെ അയ്യപ്പസ്വാമിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പം ഈ പല ഞാൻ പറഞ്ഞല്ലേ, പല സമ്പന്നരുടെയും പല കോടീശ്വരന്മാരുടെയും അവർ പ്രാർത്ഥിക്കുന്നിടത്ത് ഇതുപോലെ അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ കാണും. പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു വലിയ സമ്പന്നന്റെ പൂജാമുറിയിൽ പ്രാർത്ഥിക്കുന്നിടത്ത് ഈ ഫോട്ടോ, അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അമ്മ പൂജാമുറി എന്നെ കാണിച്ചു തന്നപ്പോൾ അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ എവിടെയുണ്ട്. അപ്പോൾ എനിക്കറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചില കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരേ നല്ല ഉയർച്ചയിൽ പോകുന്ന ചില കടകളുണ്ട്. അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ കാണും. എന്ന് വെച്ചാൽ ആര് തകർന്നാലും അവർ തകർത്തില്ല. എത്രയോ വർഷങ്ങൾ അവരങ്ങനെ കച്ചവടം ചെയ്യും. കച്ചവടം എപ്പോഴും തകർച്ചയും ഉണ്ടാകാം, ഉയർച്ചയും ഉണ്ടാകാം.
പക്ഷെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ വെച്ച് കച്ചവടം ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഭക്തി, സ്വാമിയോടുള്ള ഭക്തിയും കൂടെ ഉണ്ടാവണം കേട്ടോ. ഒരിക്കലും തകർത്തില്ല, എന്നും ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഈ ശബരിമല ഇത്രയും വലിയ ബിസിനസ്സുകാർ വരുന്നത്? അവരെന്തിനാ ഇത്രയും വാരിക്കോരി കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർക്ക് അതുപോലെ സ്വാമി കൊടുക്കുന്നുണ്ട്. അതാ അവർ വാരിക്കോരി കൊടുക്കുന്നത്. അവരുടെ കയ്യിൽ ഉണ്ടായിട്ടല്ലേ കൊടുക്കുന്നത്. അത് സ്വാമി വാരിക്കോരി കൊടുക്കുന്നു, അത് അവർ സ്വാമിക്ക് കുറച്ച് കൊടുക്കുന്നു. അതുപോലെ സമ്പന്നരുടെ പല രഹസ്യങ്ങളും ഈ അയ്യപ്പസ്വാമിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. ഇനി അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിങ്ങളിപ്പോൾ ഒന്നും പ്രാർത്ഥിച്ചില്ലേ പോലും, എൻ്റെ ഇവിടെ അയ്യപ്പസ്വാമിയെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അല്ലെ നിങ്ങളായിക്കോട്ടെ പ്രാർത്ഥിച്ചില്ലേ പോലും, നിങ്ങൾ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ട് കർപ്പൂരമൊക്കെ കത്തിക്കുകയോ അല്ലെങ്കിൽ സാമ്പ്രാണിയൊക്കെ ഒഴിയോ സ്ത്രീകൾ ചെയ്താൽ അശുദ്ധി ഉള്ളപ്പം ചെയ്യരുത്. പുരുഷന്മാർക്കെന്നും ചെയ്യാം. ഇനിയിപ്പം പ്രാർത്ഥിക്കുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്നും പ്രാർത്ഥിക്കുന്നതിൽ നമ്മൾ ഈശ്വരനെ എപ്പോഴും വിളിക്കുള്ളൂ. ആ നിലയിൽ വിളിക്കുന്നതിൽ മനഃശുദ്ധി മതി കേട്ടോ. അതിൽ സ്വാമിയെ വിളിക്കാം. കർപ്പൂരവും സാമ്പ്രാണിയും ഒന്നും ഒഴിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ വിളിച്ചാൽ ഞാനീ പറഞ്ഞ പോലെ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. ഈ വിദ്യക്ക് അല്ലാതെ വലിയ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ വെച്ച് 18-ാം പടി ഉള്ളതിന് നിങ്ങൾ കർപ്പൂരം ദിവസം കാണിക്കുന്നത് നല്ലതാണ്. അത് ആ രീതി ചെയ്യണം. അത് സ്ത്രീകൾ അശുദ്ധി ഉള്ളപ്പോൾ ചെയ്യരുത്, പുരുഷന്മാർക്കൊന്നും ചെയ്യാം. ഇത് പ്രാർത്ഥിക്കാം. നമ്മളൊന്നും ചെയ്യേണ്ട ഈ പറഞ്ഞ വിദ്യക്ക് കൊച്ചൊരു ഫോട്ടോ വെച്ച്. ഇതൊരു വേറൊരു വിദ്യയാണ്. അപ്പോൾ ഓരോന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓരോ രീതിയാണ്. അപ്പൊ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങളിപ്പം പ്രാർത്ഥിക്കുന്ന പോലും ഇല്ലെന്ന് വിചാരിച്ചു. നിങ്ങളുടെ വീട്ടിൽ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഫോട്ടോയ്ക്ക് 18-ാം പടി വേണ്ട. ഇരിക്കുന്നതായിരിക്കണം, പുലിപ്പുറത്തല്ലാതെ ഇരിക്കുന്ന ഫോട്ടോ ആയിരിക്കണം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ സത്യസന്ധനാണ്, ജോലിയിൽ സത്യസന്ധതയുണ്ട്, നിങ്ങൾ ഓരോ കാര്യങ്ങളും സത്യസന്ധമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ അയ്യപ്പസ്വാമി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. അയ്യപ്പസ്വാമിയെ വിളിച്ചില്ലേ പോലും. അതാണ് അയ്യപ്പസ്വാമിയുടെ രഹസ്യം. പിന്നെ ദാനധർമ്മങ്ങളിൽ പെട്ടെന്ന് സ്വാമി പ്രസാദിക്കും. ധർമ്മശാസ്ത്രമാണ്. പിന്നെ അയ്യപ്പൻ എന്താണ്? അയ്യപ്പൻ മലദൈവമാണ്. മലദൈവങ്ങൾക്ക് ശക്തി കൂടുതലാണ്. മലദൈവങ്ങൾ എന്ന് വെച്ചാൽ പ്രകൃതി ശക്തിയാണ്. അതുകൊണ്ട് അയ്യപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യപ്പൻ എന്ത് നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ചയും തരാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങൾ വരുത്താനും പറ്റും. ഇപ്പൊ വലിയ പ്രശസ്തരായിട്ടുള്ള ഓരോ വ്യക്തികൾ എന്തുകൊണ്ട് ശബരിമലയിൽ വന്ന് അവരുടെ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പ്രാർത്ഥിച്ചു പോകുന്നതിന്റെ കാര്യം എന്താ? അയ്യപ്പൻ എന്തും മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. മലദൈവമാണ്. മലദൈവങ്ങൾക്ക് ശക്തി കൂടുതലാണ്. അതായത് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ പറയാം. ഒന്നനുഭവമല്ല, രണ്ടനുഭവം. അതിനു മുമ്പ് ഈ മലദൈവത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാം. ഈ 18 മലകളിൽ അയ്യപ്പന്റെ സാന്നിധ്യമുണ്ട്. ആ 18 മലകൾ, ഒരു മല തന്നെ ഇരിക്കുന്ന ദേവതയ്ക്ക് ശക്തി കൂടുതലാണ്. അപ്പം 18 മലകളിലും അയ്യപ്പ സാന്നിധ്യമുണ്ട്. അയ്യപ്പൻ അനുഗ്രഹമുള്ള മലകളാണ്. ശബരിമലയിലാണ് അയ്യപ്പൻ ഇരിക്കുന്നതെങ്കിൽ പോലും ആ 18 മലകളിലും അയ്യപ്പന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അയ്യപ്പൻ എന്തോ ശക്തി കൂടുതലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. മലദൈവങ്ങൾ പറഞ്ഞ അപാര ശക്തിയാണ്. 18 മലകളെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയുന്നത് നന്നായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ ശബരിമല, രണ്ടാമത്തെ പൊന്നമ്പലമേട്, മൂന്നാമത്തെ കരിമല, നാലാമത്തെ നീലിമല. ഞാനിത് മറന്നു പോയിരിക്കാൻ വേണ്ടി ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. 4 നീലിമല പറഞ്ഞല്ലോ. 5 കാളകെട്ടി, അല്ലെ ഇടയ്ക്ക് വിട്ടുപോകും, അതിനാ നോട്ട് ചെയ്തിരിക്കുന്നത്. 5 കാളകെട്ടി. ഒന്നുകൂടെ പറയാം. 1 ശബരിമല, 2 പൊന്നമ്പലമേട്, 3 കരിമല, 4 നീലിമല, 5 കാളകെട്ടി, 6 ഇഞ്ചപ്പാറമല, 7 പുതുശ്ശേരിമല, 8 കരിങ്കുളം മല, 9 ചെലമല, 10 മറ്റമല, 11 സുന്ദരമല, 12 ചിറ്റമ്പലമല, 13 ഗരുഡമല, 14 വല്യാനവട്ടം, 15 ചെറിയാനവട്ടം, 16 കുമാരമല, 17 ശ്രീപാദമല, 18 തലപ്പാറമല. 18 മലകളിലും അയ്യപ്പന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അയ്യപ്പൻ എന്താ ശക്തി എന്ന് വൈഭവം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ മലദേഹങ്ങൾക്ക് പ്രത്യേക ശക്തിയാണ്. അയ്യപ്പന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകാൻ നിങ്ങളുടെ ജീവിതത്തിൽ മനഃശുദ്ധി, സത്യം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകും. ഇനി അയ്യപ്പന്റെ ഫോട്ടോയുടെ മുന്നേ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കാം കേട്ടോ. പ്രാർത്ഥിച്ചില്ലേ പോലും അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിത്യേന പ്രാർത്ഥിക്കാം. രാവിലെയും വൈകിട്ടും സ്വാമിയേ ശരണമയ്യപ്പ,
അയ്യപ്പ സമ്പത്ത് നൽകണേ, വേണ്ടതൊക്കെ പറയാം. അയ്യപ്പനെ ശരിക്ക് വിളിക്കുന്നവർക്ക് അപാരമായ സമ്പത്തുണ്ടാവും. ഒരു ബിസിനസ് ഒക്കെ ചെയ്താലും വലിയ സമ്പന്നരാകും. ആര് തകർന്നാലും തകർത്തില്ല. കടയുള്ളവര്, അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്നവര്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവര്, സ്വന്തമായി വാഹനം ഉള്ളവര് ഒരിക്കലും തകർത്തില്ല. അതുപോലെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ചിലർക്ക് സ്ഥിരതയുള്ള ജോലി, ജോലി എന്നും കാണും. ജോലി ചെയ്യുന്നവരാണ്, ജോലി എന്നും കാണും. ജോലി അവരെ നഷ്ടപ്പെടത്തില്ല. അങ്ങനെ അയ്യപ്പന് ചില പ്രത്യേക ശക്തികളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കെല്ലാം പ്രയോജനം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരുന്നത്. ഏത് ബിസിനസ്സുകാരനും ഏത് തൊഴിൽ ചെയ്യുന്നവനും ആർക്കും അയ്യപ്പനെ വിളിച്ചാൽ അവരുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകും, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും, അത് വർദ്ധിച്ചു വരും, ഒരിക്കലും തകരത്തില്ല. അതാണ് രഹസ്യം. ഇനിയും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രത്തിന്റെ രഹസ്യം എന്താണ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അതിന്റെ രഹസ്യം എന്താണ്? ശ്രദ്ധിച്ചു കേട്ടോണം. സ്വാമിയേ ശരണമയ്യപ്പ, അയ്യപ്പ അങ്ങനെ കൂടെ വിളിക്കണം കേട്ടോ. അപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വെച്ചാൽ, സ്വാമി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ എന്നാണ്. പ്രപഞ്ചത്തിന്റെ സ്വാമി, അതായത് പരബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയാണ്. ശരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരവും എൻ്റെ കർമ്മങ്ങളും എല്ലാം ആ ബ്രഹ്മത്തിൽ സമർപ്പിക്കുന്നു. അപ്പൊ ഞാനെന്നുള്ള ആ ചിന്ത ഇല്ലാതാകുന്നു. അപ്പോഴേ ഈശ്വരബോധമാണ്. അയ്യപ്പൻ എന്ന് വെച്ചാൽ ആ പ്രപഞ്ചമാകുന്ന ബ്രഹ്മം തന്നെയാണ്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചൊന്ന് സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചു നോക്കിയേ, നിങ്ങൾക്ക് അപ്പോഴേ ബ്രഹ്മാനുഭവം ഉണ്ടാവും. അതായത് പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിന്റെ സ്വാമിയാണ്, ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ ശരണം, സ്വാമി എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ സ്വാമി, ബ്രഹ്മം തന്നെ. ശരണം എന്ന് വെച്ചാൽ എൻ്റെ അഹങ്കാരവും എൻ്റെ കർമ്മവും എൻ്റെ പ്രവൃത്തികളും എല്ലാം ശരണമാണ്, ശരണാഗത അവിടെ സമർപ്പിക്കുക. ആരുടെ? ആ ബ്രഹ്മത്തിൽ, ബ്രഹ്മമായ അയ്യപ്പസ്വാമിയിൽ. അങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയേ. ഞാനീ വിളിക്കുന്നതോടൊപ്പം നിങ്ങളുടെ വാഗൊണ്ടൊന്ന് വിളിക്കുക, അധികം ശബ്ദമില്ലാതെ, ആർക്കും ശല്യം ഉണ്ടാകാതെ ഒന്ന് വിളിച്ചു നോക്കിയേ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. എന്തൊരു നിർവൃതിയാണ്! കാരണം ആ പ്രപഞ്ചബോധത്തിൽ ഞാൻ ശരണം പ്രാപിക്കുകയാണ്. ആ ബ്രഹ്മത്തിൽ എൻ്റെ അഹങ്കാരവും എൻ്റെ അഭിമാനവും എൻ്റെ കർമ്മങ്ങളും എല്ലാം സമർപ്പിക്കുക. ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ശരണാഗതി അടയുകയാണ് ആ ബ്രഹ്മസ്വരൂപനായ അയ്യപ്പൻ. ആ ബ്രഹ്മത്തിൽ അതാണ് സ്വാമിയായി ശരണയ്യപ്പ എന്നുള്ള മന്ത്രത്തിന്റെ രഹസ്യം. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ഒന്ന് വിളിച്ചു നോക്കി, നിങ്ങളുടെ സകല പ്രശ്നങ്ങളും തീരും. നിങ്ങൾക്കെല്ലാം സ്വാമി തരുമെന്നുള്ളതാണ്. ഇനിയും ഈ സ്വാമിയുടെ ശക്തിയെക്കുറിച്ച് ആരാലും പറയാൻ സാധ്യമല്ല. എങ്കിലും ഇനിയും ഒരു വഴിപാടുകൂടെ പറഞ്ഞിട്ട് ഞാനൊരു രഹസ്യം കൂടെ പറഞ്ഞുതരാം. അതായത് സ്വാമിയുടെ ശക്തിയെക്കുറിച്ചുള്ള ഒരു രഹസ്യം പറഞ്ഞുതരാം, ഒരു വഴിപാട് പറഞ്ഞിട്ട്. സ്വാമിക്ക് നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാകാൻ ഏറ്റവും ചെയ്യേണ്ടത് നെയ്യ് സമർപ്പിക്കുക, അല്ലെ നെയ്യഭിഷേകം ചെയ്യുക, അല്ലെ നെയ്വിളക്ക് സമർപ്പിക്കുക. ഇത് ശനിയാഴ്ച രാവിലെയോ വൈകിട്ടോ ചെയ്യാം. സാമ്പത്തികത്തിന് ഏറ്റവും 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 നല്ലതാണ്. അതിനപ്പുറത്തൊരു കാര്യമില്ല. സ്വാമിയേ ശരണമയ്യപ്പോ, അത് അങ്ങനെ വിളിച്ചു നിങ്ങളൊന്ന് നെയ്യ് സമർപ്പിച്ച് നോക്കിക്കേ, നിങ്ങളുടെ സകല ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി വരും. ശനിയാഴ്ച രാവിലെ അല്ലെ വൈകിട്ട് ഏതെങ്കിലും ഒരു നേരം ചെയ്യാം. അത്ഭുതമായ കാര്യമാണ്. നിങ്ങൾ എന്തു പ്രശ്നങ്ങളും മാറിത്തീരും. ഞാനിത് പല വലിയ കോൺട്രാക്ടർമാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്കൊക്കെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടാറുണ്ട്. നിങ്ങളുടെ എല്ലാം ജീവിതം അടിമുടി മാറും എന്നുള്ളതാണ്. അപ്പം ഇത് നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അയ്യപ്പസ്വാമിയുടെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അയ്യപ്പസ്വാമി ചോദിച്ചിരിക്കുന്ന മുദ്രയുണ്ട്, കണ്ട? ഈ മുദ്രയ്ക്ക് ഒരു രഹസ്യമുണ്ട്. നിങ്ങൾക്ക് ഈ മുദ്ര, ഇത് ശത്രുദോഷങ്ങളെ എല്ലാം തട്ടിമാറ്റുന്ന ഒരു രഹസ്യ മുദ്രയാണ് അയ്യപ്പന്റെ. അയ്യപ്പന് ആ ബ്രഹ്മം തന്നെയാണ്, ആ ബ്രഹ്മത്തെയാണ് ശരണം പ്രാപിക്കുന്നത്. ബ്രഹ്മസ്വരൂപനായ ഭഗവാനെയാണ് സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറയുമ്പോൾ നമ്മുടെ അഹങ്കാരവും അഭിമാനവും കർമ്മങ്ങളും എല്ലാം സമർപ്പിക്കുക അവിടെ. പിന്നെ ഒന്നുമില്ല. ആ ഒരൊറ്റ വിളി തന്നെ ശരിക്കും വിളിച്ചാൽ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു. അതാണ് ഈ അയ്യപ്പ. ഓരോ വർഷം കഴിയുമ്പോഴും ശബരിമല ആളുകൾ ശബരിമല ഭക്തന്മാര്, സ്വാമി ഭക്തന്മാർ കൂടിക്കൂടി വരികയാണ്, കുറേയല്ല. അതാണ് അതിന്റെ ഒരു പ്രധാന രഹസ്യം. ഇനിയും എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു.
വിക്കി വിക്കിയാ പറയുന്നത്. അധികം സംസാരിക്കാൻ വിക്കി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതിന് വേറെ അന്ന് എൻ്റെ വീട്ടുകാർ ചെയ്ത കാര്യം, എൻ്റെ വളരെ ചെറുപ്പത്തിലാണ് അവര് ശബരിമലയ്ക്ക് കൊണ്ടുപോകാമെന്നായിരുന്നു. എന്നെ ശബരിമലയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്ന അത് കഴിഞ്ഞ പിന്നെ അതുവരെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴോ എല്ലാം ദൈവിക കാര്യങ്ങളുമായി. സ്വാമിയുടെ അനുഗ്രഹമാണ്. സ്വാമിക്ക് നന്ദി, മഹത്വം, കൂടിക്കൂടി നന്ദി, മഹത്വം. പിന്നെ പറയാൻ തുടങ്ങിയത് ഇതെല്ലാം ദൈവികമായ അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പം ശബരിമലയിൽ നേർന്നു പോയി ഒന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ അത് പിന്നെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് ചെറുപ്പം മുതലേ. അപ്പം അങ്ങനെ ഇപ്പം ദൈവിക കാര്യങ്ങളാണ് മുഴുവൻ പറയുന്നത്. അനശ്വരനായ ഈശ്വരനെ കുറിച്ചാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വാമിയുടെ അനുഗ്രഹം, സ്വാമിക്ക് നന്ദി, മഹത്വം. പിന്നെ ഞാൻ എന്നെ ചെറുപ്പത്തിലെ രണ്ടാം ക്ലാസ്സിലോ 3-ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ശബരിമലയെ കൊണ്ടുപോയപ്പം കാണാതെ പോയി. ശബരിമല വെച്ച് കാണാതെ പോയെന്ന് പറഞ്ഞാൽ അന്ന് ഇത്ര സംവിധാനങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഈ ടെക്നോളജി ഒന്നുമില്ല. ഇപ്പോഴാണ് കണ്ടെത്താൻ പല മാർഗങ്ങളുണ്ട്. അന്ന് ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടം. അതായത് ഞാൻ 2-ലോ 3-ലോ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും എല്ലാം കൂടെയാണ് എന്നെ ശബരിമലയിൽ കൊണ്ടുപോയത്. അപ്പോൾ ശബരിമലയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാണ് എൻ്റെ വിക്ക് മാറിയത്, എനിക്ക് സംസാരിക്കാനുള്ള തടസ്സം മാറിയത്. ശബരിമലയിൽ പോയപ്പം ശബരിമലയിൽ വെച്ച് എന്നെ കാണാതെ പോകുന്നു. അതായത് ഞാനും അച്ഛനൂടെ ശബരിമലയിൽ ഈ എവിടെയോ നിൽക്കുമ്പോൾ അച്ഛനെ എന്തോ നോക്കി നിന്നപ്പോൾ ഞാൻ അറിയാതെ നടന്നു പോയി ആൾക്കൂട്ടത്തിനിടയിലേക്ക്. അപ്പോൾ അന്ന് ഫോണൊന്നുമില്ലല്ലോ. ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കല്ലേ, എവിടെ കണ്ടുപിടിക്കാനാ. അന്നത്തെ എൻ്റെ അച്ഛനെ കരഞ്ഞ് നടയിൽ നിന്ന് നടയ്ക്ക് നേരെ നിന്ന് അച്ഛനെ കരഞ്ഞു വിളിച്ച് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു. ഞാനിവിടുന്ന് പോകത്തില്ലെന്നും പറഞ്ഞ് അങ്ങ് കരഞ്ഞ് അവിടെ നിന്നു. അച്ഛൻ പറഞ്ഞത് അങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെയോ നടന്നിരുന്ന എന്നെ അന്നിപ്പം അതുപോലെ ആൾക്കൂട്ടം കുറച്ച് അടുത്ത് പോലും മാറിയ പോലും കാണാൻ പറ്റത്തില്ല. പോയാൽ പോയി, ഒരു സമയം കഴിഞ്ഞ് കിട്ടിയില്ലേ പിന്നെ ഒന്നും അന്വേഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളൊരു കാലം. കാരണം പല ആളുകളാണ് വരുന്നത്, പലതരത്തിലുള്ള ആളുകളാണ്. ഒന്നും പറഞ്ഞു പറ്റിയിട്ട് കാര്യമില്ല. ഏതായാലും ഒരു പോലീസുകാരനെ എന്നെ കൈപിടിച്ച് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എങ്ങനെയോ അയാൾക്ക് സംശയം തോന്നി ആണ്. അപ്പോഴേ അതൊരു അതിശയമായിട്ടാണ് ഇന്നും അച്ഛന് പറയുന്നത്. കാരണം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹമാണ്. കാരണം സ്വാമിയുടെ അനുഗ്രഹം കൊണ്ടാണ് തിരിച്ചു കിട്ടിയത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ കുട്ടികളെ എപ്പോഴും കയ്യെന്ന് വിടരുത്, മുറുകെ പിടിച്ചോണം. പല ആളുകളാണ്, പല തിരക്കുകളാണ്, മുറുകെ പിടിച്ചോണം. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. ഞാൻ പല ക്ഷേത്രങ്ങളിലും കാണുന്നുണ്ട്, അലക്ഷ്യമായിട്ട് പിള്ളേരെ അതുവഴി നടക്കുക, ഇതുവഴി നടക്കുക, ഇവർ വേറെ വഴി നടക്കുക. ആരുടെയൊക്കെ ഗുരുത്വം കൊണ്ട് പിള്ളേർക്ക് ഒന്നും സംഭവിക്കുന്നില്ലെന്നുള്ള. പക്ഷെ അത് ക്ഷേത്രമൊന്നുമല്ല, തിരക്കുള്ള എവിടെ പോയാലും കുട്ടികളെ മുറുക്കെ കയ്യെ പിടിക്കണം. ഒരിക്കലും ശ്രദ്ധ പോകരുത്. പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അന്നത്തെ കാലത്ത് ശബരിമല വെച്ചായതുകൊണ്ട് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എന്നെ തിരിച്ചു കിട്ടിയതാണ്. സ്വാമിയുടെ ഒരു മഹത്വമാണ്, സ്വാമിയുടെ അനുഗ്രഹമാണ്. സ്വാമിക്ക് കോടി നന്ദി, മഹത്വം. പിന്നെ ഞാനീ സംസാരിക്കുന്നതും സ്വാമിയുടെ അനുഗ്രഹമാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. അതും 2-3 വയസ്സിലാണ് എന്നെ കൊണ്ടുവന്നത്. അതുവരെ എനിക്ക് സംസാരശേഷി ശരിക്കില്ലായിരുന്നു. അതിൽ പിന്നെ ഇങ്ങനെ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഇന്നിപ്പം പറയുന്ന ദൈവികമായ കാര്യങ്ങളാണ് മുഴുവൻ, ആ ഈശ്വരനെ കുറിച്ചാണ്. എല്ലാ അയ്യപ്പസ്വാമിക്ക് നന്ദിയും മഹത്വം. അപ്പം ഞാൻ അയ്യപ്പസ്വാമിയെ കുറിച്ച് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എൻ്റെ നാവിൻ തുമ്പിലിരിക്കുന്ന, എന്നെ സംസാരിക്കാൻ പ്രാപ്തനാക്കിയ, എന്നിൽ ആ ദൈവിക കാര്യങ്ങൾ പകർന്നു തരുന്ന ആ അയ്യപ്പസ്വാമിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ശബരിമല അയ്യപ്പനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. അത് എനിക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ, വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അത് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ അയ്യപ്പനെ കുറിച്ചാണ് പറയുന്നത്. അത്ഭുതകരമായ കാര്യമാണ്. അപ്പം ഇങ്ങനെ അയ്യപ്പന് ചില രഹസ്യങ്ങളുണ്ട്. അതുപോലെ ഈ അയ്യപ്പനെ ഉറച്ച് വിശ്വസിക്കുന്നവർക്കല്ല ഒന്നുകിൽ സ്ഥിരമായ ജോലി, അല്ലെങ്കിൽ കച്ചവടമൊക്കെയാണ്. അത് മുഖേന വലിയ സമ്പത്തും ഒരിക്കലും നശിക്കത്തുമില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് അയ്യപ്പസ്വാമിക്ക്. പക്ഷെ ഉറച്ച് വിശ്വസിക്കണം, മനസ്സിലൊരു നന്മ ഉണ്ടായിരിക്കണം, സത്യം ഉണ്ടായിരിക്കണം, മനഃശുദ്ധി ഉണ്ടായിരിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുട്ടിയും മോശമായിട്ട് പോകത്തില്ല. അയ്യപ്പനെ വിളിക്കുന്ന ഒരു കുട്ടിയും മോശം കൂട്ടുകെട്ടി പോകത്തില്ല, ആപത്തുകളിൽ പോയി ചാടത്തില്ല.
സാമ്പത്തിക തകർച്ച ഉണ്ടാകത്തില്ല, സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഒരാളും മോശമാകത്തില്ല. കാരണം അയ്യപ്പൻ അയ്യപ്പൻ ആ ബ്രഹ്മം തന്നെയാണ്. 18 മലകളുടെ അധിപനാണ്. സ്വാമിക്ക് സാധിക്കാത്ത ഒരു കാര്യവുമില്ല. ശിവന്റെയും വിഷ്ണുവിൻ്റെയും ആ ചൈതന്യങ്ങളുടെ സമന്വയമാണ് അയ്യപ്പൻ. അയ്യപ്പനിൽ എല്ലാം ഉണ്ട്. മഹാതപസ്വിയാണ്, മഹാതപസ്വിയാണ്. അത് വാവര് അയ്യപ്പനുമായിട്ട് യുദ്ധത്തിന് വന്നപ്പോൾ വാവരുടെ കയ്യിൽ ഒരുപാട് പടക്കോപ്പുകളും ഒരുപാട് യുദ്ധവീരന്മാരും ഒക്കെ ഉണ്ട്. അയ്യപ്പൻ നിസ്സാര ഒരു ആനയുടെ പുറത്ത് കയറി ചെന്ന് അയ്യപ്പൻ നിന്ന് കഴിഞ്ഞു. വാവരെന്ന് പറഞ്ഞാൽ വലിയ സൈന്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അയ്യപ്പനൊരു നിസ്സാര ഒരു ആനയുടെ പുറത്ത് കയറിയാ ചൊല്ലുന്നത്. അപ്പം വാവര് പറയുന്നു, നിസാരനായി നീ ഇത്രയും വലിയ സൈന്യമുള്ള എന്നോടാണോ യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ അയ്യപ്പന് അവരോട് പറയുന്നുണ്ട്, നീ പുറകോട്ടൊന്ന് നോക്കുക, നിന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് നോക്കുക. അപ്പൊ ആരുമില്ല. അങ്ങനെ അവര് അയ്യപ്പനുമായിട്ട് അങ്ങനെ അയ്യപ്പന്റെ ഏറ്റവും ഉറ്റ സൗഹൃദം ഉണ്ടാകുകയും അയ്യപ്പന്റെ ആ മാഹാത്മ്യം മനസ്സിലാക്കുകയും ഏറ്റവും ഉറ്റ സുഹൃത്തുക്കൾ സൗഹൃദം ഉണ്ടാകുകയും ചെയ്യുകയാണ് അവിടെ തൊട്ട്. അപ്പൊ അത് അയ്യപ്പന്റെ ആ മായാശക്തിയാണ്. അപ്പൊ അയ്യപ്പൻ ആരാ? നമ്മുടെ ജീവിതത്തിലൊക്കെ നിമിഷം മതി സ്വാമിക്ക് ഒരു മാറ്റം വരുത്താൻ. വിത്തിൻ സെക്കൻഡ്സ് അല്ലെ വിത്തിൻ മിനിറ്റ്സ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ പറ്റും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, ഉറച്ച് വിശ്വസിക്കണം, മനസ്സിലൊരു നന്മ ഉണ്ടാകണം. സ്വാമിക്ക് ഏറ്റവും പ്രിയമാണ് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവര്, സത്യം പാലിക്കുന്നവര്. അതുപോലെ അയ്യപ്പനെ വിളിച്ചു കഴിഞ്ഞാൽ ശനിദോഷങ്ങൾ ബാധിക്കത്തില്ല, ഒരു ശനിദോഷം ബാധിക്കത്തില്ല, ഒരു ആപത്തുകളും നമുക്ക് വരത്തില്ല എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു എന്നും ഉയർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ രാപത്തിലും പോയി ചാടത്തുമില്ല. അതാണ് അയ്യപ്പസ്വാമിയുടെ ഒരു പ്രത്യേകത. പക്ഷെ ഉറച്ച് വിശ്വസിക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരു സമ്പന്നന്റെ പൂജാമുറി കണ്ടെന്ന് പറഞ്ഞില്ലേ, അത് അദ്ദേഹം വളരെ ചെറിയ തോതിൽ ജീവിതം ആരംഭിച്ചതാണ്. അദ്ദേഹം അയ്യപ്പസ്വാമിയെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുമായിരുന്നു. പണ്ട് കാലത്താണ്, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹം പോകുമ്പോഴന്ന് നടന്നാ പോകുന്നത്. പോയി ഇവര് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ദിവസങ്ങൾ കൊണ്ട് നടന്നാ ശബരിമലയ്ക്ക് പോകുന്നത്. അങ്ങനെ പോയി അയ്യപ്പനെ തൊഴുത മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പൂജാമുറി അയ്യപ്പന്റെ ഒരു കൊച്ചു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. ഇതുപോലെ ഇരിക്കുന്ന ഫോട്ടോ, പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ഫോട്ടോ. അപ്പം പുലിപ്പുറത്തല്ലാതിരിക്കുന്ന ഫോട്ടോ വെക്കണ്ട കേട്ടോ. അപ്പൊ അദ്ദേഹം പിന്നീട് വലിയ സമ്പന്നനായി. ഇത് കച്ചവടമൊക്കെ ആയിരുന്നു, ബിസിനസ്സും ഒക്കെ ആയി വലിയ സമ്പന്നനായി, വലിയ സാമ്പത്തികം. മരിക്കുന്നതിന് വരെ അദ്ദേഹത്തിന് പണത്തിന് യാതൊരു കുറവില്ലായിരുന്നു. ഇഷ്ടം പോലെ പൈസയായിരുന്നു, അതുപോലെ സമ്പന്നനായിരുന്നു. അത് നേരിൽ കണ്ട വ്യക്തിയാണ് ഞാൻ, അത് മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ജീവിതം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചിട്ട് അധികം നാളായില്ല, കുറച്ച് നാളേ ആയുള്ളൂ. അദ്ദേഹത്തിന്റെ മരണം ആ സമയത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കണ്ടിട്ടുമുണ്ട്. അപ്പൊ അദ്ദേഹം ആ അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അതുപോലെ സമ്പന്നനാക്കി, അതുപോലെ സമ്പത്ത് കൊടുത്തു. ആ സമ്പത്ത് നിലനിൽക്കുക എന്നുള്ളതാണ്. അതൊരു വിധത്തിൽ നശിച്ചു പോകത്തില്ല, അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്, അല്ലേ? നമുക്ക് സമ്പത്ത് ഉണ്ടാകുക മാത്രമല്ല, അത് വർദ്ധിച്ചു വരികയും വേണം, നിലനിൽക്കുകയും വേണം. അതല്ലേ പ്രധാനം. അപ്പൊ എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്നാലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ അയ്യപ്പസ്വാമിയുടെ പാദങ്ങളിൽ തന്നെ നമിക്കുന്നു, പ്രണമിക്കുന്നു. ഇതൊന്നും എൻ്റെ അറിവല്ല, ഈശ്വരൻ തരുന്ന ജ്ഞാനമാണ്. എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. കർപ്പൂര പ്രിയനേ ശരണമയ്യപ്പ. സത്യപ്പൊരുളേ ശരണമയ്യപ്പ. ധർമ്മശാസ്താവേ ശരണമയ്യപ്പ. പമ്പയിൽ കുടികൊണ്ട നാഥനേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. കാശി രാമേശ്വരം പാണ്ഡ്യ മലയാളം അടക്കി വാഴും ധർമ്മശാസ്താവേ ശരണമയ്യപ്പ. 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 പൊന്നു സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ. അവസാനം അയ്യപ്പ എന്ന് കൂടെ വിളിച്ചേക്കണം, പ്രത്യേക ശക്തിയാ കേട്ടോ. അവസാനം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇപ്പം ഇത്രയും നിങ്ങൾ വിളിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ രാവിലെ പോയിട്ട് പോട്ടയുടെ മുന്നേ നിന്ന് സ്വാമിയേ ശരണമയ്യപ്പ, അയ്യപ്പ സമ്പത്ത് നൽകണേ, ഇത്രയും പറഞ്ഞാൽ മതി കേട്ടോ. ഞാനിപ്പോൾ സ്വാമിയെ മനസ്സിൽ വന്നുകൊണ്ട് ഇത്രയും ശരണം വിളിച്ചതേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം
കൃഷ്ണായ നമ. ശിവോഹം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ.